Watch India's largest kids library only on Jio Hotstar. Download the app now. ബോസ് എത്ര കാലം ഇങ്ങനെ മുള്ളങ്കി നിന്നോണ്ട് ജീവിക്കും? മുള്ളങ്കിയും കാട്ടിൽ കഴിയാൻ പോവുക. ഞാൻ കഴിക്കാൻ വിചാരിച്ചത് എന്തോ ചിക്കൻ തന്നെയാണ്, പക്ഷെ ഞാൻ കഴിക്കുന്നതോ ഈ മുള്ളങ്കീനെ. അതേപോലെ എന്റെ കയ്യിലുള്ള സ്വർണം കടലിന്റെ അടിയിൽ പോയിട്ട് വരുമ്പോൾ വൈരങ്ങളായിട്ട് മാറാൻ പോവുകയാണ്. എടാ, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നിട്ടുണ്ടടാ. നമ്പർ 1, നമ്പർ 2. സ്വർണമുണ്ടല്ലോ, അത് വൈരമായിട്ട് മാറാൻ പോവുകയാണ്. സ്വർണം ഒറിജിനൽ ആണ്, പക്ഷെ കിട്ടാൻ പോകുന്ന വൈരം ഡ്യൂപ്ലിക്കേറ്റ്. എന്റെ സ്വർണ്ണ ചെയിൻ ഇതേ വെള്ളത്തിൽ പോയി. ആരെങ്കിലും ഒന്ന് വന്ന് സഹായിക്കണേ. വലിയേട്ടാ, നിങ്ങളുടെ ചെയിന് വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിലേ അത് വെള്ളത്തിന്റെ അടിയിലോട്ട് പോയി അന്വേഷിക്കേ. നിങ്ങൾ ആരാ? ഞാനാണ് ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജലദേവൻ. ഒരു പക്ഷേ നിങ്ങൾ ഇതിൽ സ്വർണം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്കൊക്കെ വൈരങ്ങൾ തരും. എന്നെ സംബന്ധിച്ച് വൈരങ്ങൾ സ്വർണങ്ങളിനെക്കാട്ടിലും വില കുറവുള്ളതാണ്. അത് കാരണം ഞാൻ നിങ്ങൾക്ക് വൈരമാല തരാൻ പോവുകയാണ്. എന്നാ പിടിച്ചോളൂ, പിടിച്ചോളൂ. ഓ, ജലദേവത നന്നായിരിക്കട്ടെ. എന്റെ സ്വർണ്ണ ചെയിന് പകരം എനിക്ക് ഡയമണ്ട് ചെയിൻ കിട്ടി. എങ്കിൽ ഇതാ പിടിച്ചോ എന്റെ ചെയിൻ. എന്നിട്ട് എന്റെ മോതിരവും പിടിച്ചോ. ഇതാ എന്റെ നെക്ലസ് എടുത്തേക്കോ. എങ്കിൽ എന്റെ സ്വർണ്ണ പല്ലും പിടിച്ചോ. നന്ദിയുണ്ട് ജലദേവനെ, വളരെ നന്ദിയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയായിട്ട് ഒരു ജലദേവനെ കണ്ടിട്ടില്ലെന്നേ. ഇതിൽ എന്തോ ഒരു അപാകതയുണ്ടല്ലോ. എന്നാ വാ, വേഗം വെള്ളത്തിനകത്ത് പോയി നോക്കാം എന്താ സംഭവം. രക്ഷിക്കണേ, ഷാർക്കേ, ഞങ്ങളെ തിന്നല്ലേ. ഓടിക്കോ. മോട്ടു, എന്റെ ചഗ, എന്റെ ബ്രോ, ആ വെള്ളത്തിൽ എങ്ങനെ ഷാർക്ക് ഉണ്ടാവാനാ? അതിനൊന്നും സാധ്യതയേ ഇല്ല. നീ എന്താ ഈ പറയുന്നത്? ഷാർക്ക് കടലിലല്ലേ ഉണ്ടാകൂ. തീർച്ചയായിട്ടും നീ വേറെ എന്തോ കണ്ട് പേടിച്ചേർക്കുക. അതെ. എന്റെ അമ്മോ, ഷാർക്കിനെ കണ്ട കാര്യം പോട്ടെ, ഇവര് ജലദേവനല്ലേ കണ്ടിരിക്കുന്നത്. ഞാനും കണ്ടിട്ടുണ്ട് ജലദേവൻ.
ഹലോ എന്റെ അമ്മോ വേണ്ട മമ്മി ഡാഡി രക്ഷിക്കണേ വേണ്ട ഇതൊന്നും ചെയ്യല്ലേ കടിക്കല്ലേ ഇഡ്ഡലി ദോശ പഴംപൊരി പപ്പടം പരിപ്പുവട ഓടിക്കോ വേഗം ചേട്ടാ എന്റെ ചങ്കേ എന്റെ ബ്രോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഷാർക്ക് എന്ന് പറയുന്നു, ജലദേവൻ എന്ന് പറയുന്നു. പൊളിച്ചെടുത്തല്ലോ. നിങ്ങളിത് കണ്ടോ? ഞാൻ വെള്ളത്തിൽ സ്വർണത്തിന്റെ മോതിരമാണ് ഇട്ടത്. പക്ഷെ എനിക്ക് കിട്ടിയത് ഡയമണ്ടിന്റെ മോതിരമാണ്. ഞാൻ പറയുന്നത് സത്യമാണ് ഡോക്ടർ ജട്ക. ചേട്ടാ എന്റെ ചങ്കേ എന്റെ ബ്രോ ഗസിറ്റാറാം എന്റെ അടുത്ത് താ, ഞാനത് നോക്കട്ടെ. ഈ വൈരം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഞാൻ കണ്ടുപിടിച്ച് തരാം. ആ ചേട്ടാ എന്റെ ചങ്കേ ഗസിറ്റാറാം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആ നോക്കിക്കേ, ജലദേവൻ എന്ന് പറഞ്ഞ നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുകയാണ്. ആ നോക്കിക്കേ, അതെ. പറ്റുലു, നമുക്ക് ഫ്രോഡ് ജലദേവന്റെ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞേ പറ്റൂ. ഐഡിയ. ആ ജലദേവന്റെ സൈസ് ചെറുതാണ്, എന്നാൽ ആ ജോണിന്റെ സൈസും ചെറുത് തന്നെയാണ്. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഇതാ ജോൺ ദ ഡോൺ തന്നെയാണ്. അവനാണ് ജലദേവൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യണ്ടേന്ന്. ഓക്കെ എന്നാ പിടിച്ചോളൂ, ഇതാ. കൂട്ടുകാരെ അങ്ങോട്ട് നോക്കൂ. ആ ലേക്കിൽ ത്രിമൂർത്തികളായ ജലദേവന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ട് നോക്കൂ. ഈ പുതിയ ജലദേവന്മാർ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. അതും ത്രിമൂർത്തികളോ? ഞാൻ പറയുന്നത് എല്ലാവരും നല്ലപോലെ കേൾക്കൂ. 10 അല്ലെങ്കിൽ 20 കിലോ സ്വർണം മൊത്തമായിട്ട് കൊണ്ടുവരൂ. അങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ അതിനെക്കാട്ടിലും കൂടുതൽ തരും. സ്വർണം, വൈരം, മുത്ത് ഏതാണെങ്കിലും കുഴപ്പമില്ല, കൊണ്ടുവരൂ. പക്ഷേ 10 അല്ലെങ്കിൽ 20 കിലോന് താഴെ ഞാൻ മേടിക്കില്ല. മോട്ടു, വേഗം പോയി ഒരു 20 കിലോ സ്വർണം കൊണ്ടുവരൂ, വേഗം. സത്യത്തിൽ ഇതുപോലും അറിയില്ലായിരുന്നു. ജലദേവതയൊക്കെ ഉണ്ടാകൂ. നമ്പർ 1, നമ്മൾ കഷ്ടപ്പെട്ട് ചേർത്ത സ്വർണമൊക്കെ നീ കൊണ്ടുവന്ന് താ. അത് അവർക്ക് കൊടുത്ത് നമ്മൾ അതിനെക്കാട്ടിലും അധികം വൈരം നമ്മൾക്ക് വാങ്ങാം. ത്രിമൂർത്തികളെ നമസ്കാരം. നിങ്ങൾ ആവശ്യപ്പെട്ട അത്ര സ്വർണം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, മേടിച്ചോളൂ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഈ സ്വർണങ്ങളൊക്കെ നീ ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇടണം. അതെ, അതിനേക്കാളും 10 കിലോ കൂടുതൽ സ്വർണം എടുത്തിട്ട് പോകാൻ തയ്യാറായിട്ടിരിക്കുക. എന്താ മനസ്സിലായോ? താങ്ക് യു ജലദേവ ത്രിമൂർത്തികളെ. ഇതാ പിടിച്ചോളൂ. എന്ത് പറ്റി? ടൈമായല്ലോ, ഇനിയും അവരെ കാണാനില്ലല്ലോ. ത്രിമൂർത്തികളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ സ്വർണം തന്ന് കുറെ സമയമായല്ലോ. അതെ ജോണേ, നീ മോഷ്ടിച്ച സാധനങ്ങളായതുകൊണ്ടാ നിന്റെ കൈവിട്ട് പോയത്. വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ നല്ല പോലെ അന്വേഷിക്കേ.
ജലദേവന്മാർ എവിടെ പോയി അറിയുന്നല്ലോ. ഞാൻ വെള്ളം മുഴുവൻ തെരഞ്ഞതാണ്, അവരെ കാണാനില്ലല്ലോ. ഞാൻ ചേർത്ത സ്വർണമൊക്കെ പോയല്ലോ. എന്താ ശബ്ദം അവിടെ? എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. വാങ്ങിച്ചോളൂ, നിങ്ങൾ എല്ലാവരും അവരവരുടെ സ്വർണം വാങ്ങിച്ചോളൂ. ആഹാ, ഇതൊക്കെ എന്റെ സ്വർണമാണ്. ജലദേവന്റെ അടുത്ത് ഞാനാണ് ഇതൊക്കെ കൊടുത്തിട്ട് വന്നത്. നിങ്ങൾ ഇതൊക്കെ കൊള്ളയടിച്ചിരിക്കുകയാണോ? നീ ഈ സ്വർണം മുഴുവനും ആ ജലദേവന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ? ഇപ്പൊ ഞങ്ങള് നിന്നെ ആ ജലദേവന്റെ അടുത്തേക്ക് അയക്കാൻ പോവാ. നീ എന്തായാലും മോഷ്ടിച്ച സാധനമൊക്കെ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്, അല്ലെങ്കിൽ നിനക്ക് പണി കിട്ടും, ഉറപ്പാ. അത് ശരി. അപ്പൊ ഇതല്ലേ എന്താ? ആ ജോണാണ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ജലദേവനായി വന്ന് നിങ്ങളെയൊക്കെ പറ്റിച്ചത്. മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ രത്നങ്ങൾ മുഴുവനും വെറും ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനെ വിഡ്ഢിയാക്കാൻ വേണ്ടി നിങ്ങൾ അവന് കൊടുത്തിരുന്ന സ്വർണങ്ങളെല്ലാം അവന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് അത് നിങ്ങൾ എല്ലാവർക്കും തിരിച്ചു തരുന്നു. നിങ്ങൾ എങ്ങനെയൊന്നും ചീറ്റിംഗ് ചെയ്യാൻ പാടില്ല. ഞാൻ കഷ്ടപ്പെട്ട് കൊള്ളയടിച്ച സ്വർണമൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ. നിങ്ങൾ അദ്ദേഹത്തെ തല്ലു മേടിക്കും. കൂട്ടുകാരെ വാ, ഇവരെ നമുക്ക് തല്ലാം. Watch India's largest kids library only on Geo Hotstar. Download the app now.